ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിക്കുമ്പോൾ ചർച്ചയായി ബാരക് 8 മിസൈൽ DRDOയും ഇസ്രായേൽ സ്പേസ് ഇൻഡസ്ട്രീസും ചേർന്ന് വികസിപ്പിച്ചതാണ് ബാരക് 8. റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് തുടങ്ങിയ മറ്റ് കമ്പനികളും ഇതിൽ സഹകരിച്ചിരുന്നു. ഏതാണ്ട് 205 കോടി രൂപയിലധികം ചെലവഴിച്ചാണ് മിസൈൽ വികസിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രതിരോധ ദൗത്യത്തിൽ ബാരക് 8 പ്രൊജക്റ്റും ഇപ്പോൾ നിർണായകമാണ്. ചെലവഴിച്ച $350 മില്യൺ വരുന്ന തുകയിൽ IAI 50% സംഭാവന നൽകിയിട്ടുണ്ട്. ബാരക് 8നായി ഇന്ത്യ ഒന്നിലധികം കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 2019 ഒടുവിലെത്തിയത്. ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന് കരുത്തുപകരാൻ S-400, ബാരക് 8, ആകാശ് തുടങ്ങിയ അത്യാധുനിക ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ രാജ്യത്തുണ്ട്. ആക്രമണങ്ങൾ തടയുന്നതിൽ രാജ്യത്തെ വ്യോമാതിർത്തിയിലെ സുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങളും നിർണായകമാകുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിച്ചത് ഇന്ത്യയുടെ ശ്രദ്ധേയമായ നേട്ടമായി. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള എല്ലാ മിസൈലുകളും ഡ്രോണുകളും രാജ്യത്തിന് തടുക്കാനായി. ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ കരുത്ത് വെളിപ്പെടുത്തുന്നതാണ് ഇത്. S-400 ട്രയംഫ്, ബാരക് 8 മീഡിയം റേഞ്ച് മിസൈലുകൾ, ആകാശ് സർഫസ് ടു എയർ സിസ്റ്റങ്ങൾ, ഇൻ്റഗ്രേറ്റഡ് കൗണ്ടർ UAS ഗ്രിഡ് തുടങ്ങിയവയെല്ലാം ഇന്ത്യയുടെ കരുത്താണ്. കഴിഞ്ഞ വർഷം വിന്യസിച്ച DRDOയുടെ തദ്ദേശീയ ആൻറ്റി ഡ്രോൺ സാങ്കേതിക വിദ്യകളും മാൻ പോർട്ടബിൾ കൗണ്ടർ ഡ്രോൺ സിസ്റ്റങ്ങളും പാകിസ്ഥാൻ ഡ്രോണുകളെ നിർവീര്യമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫാൽജെറ്റുകൾ, ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ലൂയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾ, ഇന്ത്യൻ നിർമ്മിത ഹാരോപ്പ് ഡ്രോണുകൾ എന്നിവ രാജ്യത്തെ പ്രതിരോധ രംഗത്തിന് കരുത്തു പകരുന്നു. ഇന്ത്യ ആദ്യമായി വിന്യസിച്ച ലൂയിറ്ററിംഗ് ഡ്രോണുകൾക്ക് പോലും കറാച്ചിയിലെയും ലാഹോറിലെയും പാക് വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളിൽ കൃത്യതയോടെ ആക്രമണം നടത്താനായി. മിസൈൽ കണ്ടെയ്നർ, റഡാർ, കമ്പ്യൂട്ടറുകൾ, ഇൻസ്റ്റാളേഷൻ എന്നിവ ഉൾപ്പെടുന്ന ഒരൊറ്റ ബാരക് 8 സിസ്റ്റത്തിൻ്റെ വില തന്നെ ഏകദേശം $24 മില്യൺ. ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസുമായുള്ള സംയുക്ത പദ്ധതികളുടെ ഭാഗമായാണ് ഇന്ത്യയുടെ ഈ വജ്രായുധം. നാവികസേന മാത്രമല്ല, വ്യോമസേനയും കരസേനയും അടുത്ത തലമുറയിലെ ബാരക് 8 മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 30,000 കോടി രൂപയിലധികം പ്രാരംഭ ചെലവിലാണ് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്ന് പദ്ധതി ഒപ്പിട്ടത്.